ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വയനാട്ടിലെ വള്ളിയൂർക്കാവ് ക്ഷേത്ര വിശേഷങ്ങളും ഉത്സവ വിശേഷങ്ങളും ഒക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കേട്ടോ. നല്ല തിരക്കുണ്ടെങ്കിലും ദീപാരാധന കണ്ട് തൊഴുതു മനസ്സ് നിറഞ്ഞു. സങ്കടങ്ങളെല്ലാം ആ തൃക്കാൽക്കൽ അർപ്പിച്ച് ഞങ്ങൾ പടികളിറങ്ങി. താഴെ കബനി നദി ഒഴുകുന്നു. ഈ പടികളിൽ ജനസഞ്ചയവും. പടികളിലൊക്കെ പലതരം ചെണ്ടകളും വാദ്യോപകരണങ്ങളും വിൽക്കാനായി വച്ചിരിക്കുന്നു. വെറ്റില മുറുക്കിനുള്ള കൂട്ടുകൾ നിരത്തി വച്ചിരിക്കുന്നു. ഭക്ഷ്യമേളയിൽ പലതരം രുചികൾ, മണങ്ങൾ. മുളക് ബജിയും പാനിപൂരിയും ബേൽപൂരിയും എല്ലാം സുലഭം. ഇതെല്ലാം കേൾക്കുമ്പോൾ ഇവിടുത്തെ ഉത്സവത്തിന്റെ പ്രത്യേകതകൾ അറിയണമെന്നില്ലേ? 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് വള്ളിയൂർക്കാവിലേത്. ഗോത്രവിഭാഗങ്ങൾക്ക് പ്രത്യേക അവകാശമുള്ള ക്ഷേത്രമാണ് വള്ളിയൂർക്കാവ് ക്ഷേത്രം. ഉത്സവം തുടങ്ങി 7-ാം നാൾ കൊടിയേറ്റം നടത്തുകയും സമാപിച്ച് 7-ാം നാൾ കൊടിയിറക്കുകയും ചെയ്യുന്ന അപൂർവ ക്ഷേത്രമാണ് വള്ളിയൂർക്കാവ് ദേവീക്ഷേത്രം. ആദിവാസി പണിയ വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് കൊടിയേറ്റാനുള്ള അവകാശം. കൊടിയേറ്റിനു പുറമെ പള്ളിയറ വാളെഴുന്നള്ളത്ത്, തിരുവത്താഴത്തിനുള്ള അരിയളവ്, ദേഹണ്ഡം ചാർത്തൽ, അന്നദാനത്തിന് അടുപ്പിൽ തീ പകരൽ, തോറ്റം, കളമെഴുത്തും പാട്ടും, ഒപ്പനക്കോപ്പ് എഴുന്നള്ളത്ത്, ഒപ്പന ദർശനം, ആറാട്ടുത്സവത്തോടനുബന്ധിച്ച ദിവസങ്ങളിൽ രാത്രി മേലേക്കാവിൽ നിന്നും താഴേക്കാവിലേക്കുള്ള എഴുന്നള്ളത്ത് എന്നിവ ആറാട്ടുത്സവ സമയത്ത് വള്ളിയൂർക്കാവിൽ നടത്തുന്ന പ്രധാന ചടങ്ങുകളാണ്. ഉത്സവത്തിന്റെ സമാപന ദിനത്തിൽ രാത്രി വിവിധ ക്ഷേത്രങ്ങളിലെ അടിയറകൾ വള്ളിയൂർക്കാവിൽ സംഗമിക്കുന്നതോടെ സമീപത്തുള്ള ആറാട്ടുതറയിലേക്ക് എഴുന്നള്ളുന്നു. എഴുന്നള്ളത്ത് തിരിച്ചെത്തിയതിനു ശേഷം താഴേക്കാവിൽ നടക്കുന്ന രുതിരക്കോലത്തോടെ ഉത്സവം സമാപിക്കുന്നു. കാളി ദാരികനെ വധിക്കുന്ന പ്രതീകാത്മക ചടങ്ങാണ് കോലം കൊറ എന്നറിയപ്പെടുന്ന രുതിരക്കോലം. കൊട്ട, വട്ടി, മൺചട്ടികൾ, മുളയുൽപ്പന്നങ്ങൾ തുടങ്ങി വീട്ടാവശ്യത്തിനും കൃഷി ആവശ്യത്തിനുമുള്ള ഒരുപാട് സാധനങ്ങൾ ഉത്സവച്ചന്തയിൽ കിട്ടും. വള്ളിയൂർക്കാവിലെ ഉത്സവം കൂടാനായി മുളംകുറ്റികളിൽ നാണയത്തുട്ടുകൾ ഇട്ടുവയ്ക്കുന്ന പതിവ് വയനാട്ടിലെ ആദിവാസി കുടുംബങ്ങളിൽ ഇന്നുമുണ്ട്. ജയന്റ് വീൽ, യന്ത്രോഞ്ഞാലുകൾ, മരണക്കിണർ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ആഘോഷത്തിന്റെ ഭാഗമായി മാറി. അന്നദാനപ്രിയയായ വള്ളിയൂരമ്മയുടെ സന്നിധിയിൽ ഉത്സവ ദിനങ്ങളിൽ ഉച്ചയ്ക്കുള്ള അന്നദാനം കൂടാതെ അത്താഴവുമുണ്ട്. ലക്ഷങ്ങളെത്തുന്ന വള്ളിയൂർക്കാവിൽ ഇനിയും ഉത്സവം കൂടാൻ കഴിയണേ എന്ന പ്രാർത്ഥനയോടെ നിർത്തട്ടെ.